റിസോർട്ടിൽ നിന്ന് തിരിച്ചു വന്ന ശിവ ആകെ ക്ഷീണിച്ചിരുന്നു. അവൾ വന്ന ഉടനെ ഹാളിലെ സോഫയിലേക്കിരുന്നു. രുദ്രൻ്റെ അമ്മ വന്ന് അവൾക്ക് വേഗം ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു കൊടുത്തു. അവൾ വേഗം തന്നെ അത് വാങ്ങിക്കുടിച്ചു. ഗ്ലാസ് അവിടെ വെച്ച് രുദ്രൻ്റെ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അമ്മ, ശിവ ആദരമായി ഒന്ന് വിളിച്ചു. അവർ അവളെ ഒന്ന് നോക്കി. ആദ്യമായിട്ടാണ് ശിവ അങ്ങനെ വിളിക്കുന്നത്. അവർ അവളുടെ അടുത്തേക്ക് വന്നു. ശിവ അവളുടെ മാറിലേക്ക് ചാഞ്ഞ് കെട്ടിപ്പിടിച്ചു. ഒരുപാട് നേരം അങ്ങനെ തന്നെ ഇരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ശിവ മുഖമുയർത്തി അമ്മയെ നോക്കി. തോറ്റുപോകുമോ ഞാൻ? എൻ്റെ കാത്തിരിപ്പ് വെറുതെ ആകുമോ? എല്ലാവരുടെയും മുന്നിൽ ഞാൻ ഈ കെട്ടിയാടുന്ന ഈ ദേഷ്യത്തിൻ്റെ മുഖം മൂടി വെറുതെ ആകുമോ അമ്മ? എൻ്റെ അൻഷി തിരിച്ചു വരില്ലേ അമ്മ? ശിവ അവരുടെ നെഞ്ചിലേക്ക് വീണുകൊണ്ട് ചോദിച്ചു. ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവിടെ നിന്നവരുടെയും അവസ്ഥ അതായിരുന്നു. കാരണം ശിവ ഇങ്ങനൊരവസ്ഥയിൽ ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നത്. രുദ്രൻ അവളുടെ പാതി എന്നതിലുപരി അവൾക്കെല്ലാമായിരുന്നു. അവൻ്റെ വിടവ് ഒരിക്കലും അവൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ശിവയെ ആ അമ്മ ഒന്നും കൂടി ചേർത്ത് പിടിച്ചു. അവളുടെ മുഖം കയ്യിലെടുത്തു. മോളെ, അമ്മയുടെ മോള് ഒരിക്കലും തളരരുത്. എൻ്റെ രുദ്രൻ മടങ്ങി വരും. നിന്റെ ഈ സിന്ദൂരത്തിനും താലിക്കും ഒരിക്കലും അല്പായുസ് നൽകാനല്ല നിന്നെ അവൻ്റെ പാതയാക്കിയത്. എൻ്റെ മോളുടെ ഉള്ളിൽ ഉരുകുന്നത് അവൻ അറിയാതെ ഇരിക്കില്ല. അവൻ തിരിച്ചു വരും മോളെ, അമ്മയ്ക്കത് ഉറപ്പുണ്ട്. അവർ അവളുടെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഫ്രഷായി വന്ന അച്ചുവും ഇഷുവും ചേർന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് ഗൗരി വൈദ്യരെ കാണാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞുകൊണ്ട് അച്ചുവും ഇഷുവും അവളുടെ കൂടെ കൂടി. അങ്ങനെ 3 പേരും ചേർന്നാണ് വൈദ്യരുടെ അടുത്തേക്ക് ചെന്നത്. വൈദ്യരച്ച ഇഷു അയാളെ കണ്ടതും കെട്ടിപ്പിടിച്ചു. ആഹാ, എൻ്റെ കാന്താരി എപ്പോൾ വന്നു? ഞാൻ കുറച്ചു നേരമായി വന്നിട്ട്. എങ്ങനെ പോകുന്നു എൻ്റെ വൈദ്യരുടെ കച്ചവടം? അടി കുരുത്തക്കേട് കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്. ഹോ, ചൂടാവല്ലേ മാഷേ. അല്ല, പുതിയ അഡ്മിൻ വല്ലതും ഉണ്ടോ? ഉണ്ട്, ഒരാളുണ്ട്. പക്ഷെ ഇവിടെ ഉള്ളതൊന്നും അല്ല. അല്ല, ഇതാരാ നിന്റെ കൂടെ പുതിയ ഒരാള്? ഇതെൻ്റെ കൂട്ടുകാരനാ, ആയുഷ്. ജോലിമോളെ, അയാൾ കണ്ണു തുറന്നു. മോള് പോയത് നോക്കിയോ? ഇല്ല, ഞാനൊന്ന് നോക്കിയിട്ട് വരാം വൈദ്യരച്ച. ചേച്ചി, ഞാനും കൂടിയുണ്ട്. ഡാ അച്ചു, വാ. മീറ്റിങ്ങും മറ്റും കഴിഞ്ഞ് വൻഷ് വീട്ടിലേക്ക് വന്നതാണ്. അപ്പോഴാണ് ഹാളിലിരിക്കുന്നവരെ അവൻ കാണുന്നത്. അച്ഛൻ്റെ അമ്മയും അച്ഛൻ പെങ്ങളും, മഹാദേവൻ, തമ്പി ഭാര്യ സുഭദ്ര. ഇവർക്ക് 2 മക്കളാണ്. അതിലൊരാൾ വൻഷിൻ്റെ അച്ഛൻ, രണ്ടാമത്തെ ആൾ ഈശ്വരി പ്രതാപൻ. ഈശ്വരിയുടെ ഭർത്താവ് പ്രതാപൻ ഒരു കോൺട്രാക്ടറാണ്. മക്കൾ അലോക്, അഖില. അലോക് ബിസിനസ്സാണ്, അഖില ഫാഷൻ ഡിസൈനാണ്. വൻഷൻ ഇവരെ തീരെ ഇഷ്ടമല്ല. അച്ഛൻ്റെ അമ്മയാണെന്നുള്ളത് കൊണ്ട് മാത്രം അവരോട് മാന്യമായി പെരുമാറുന്നു. സുഭദ്രയെക്കുറിച്ച് പൊങ്ങച്ചവും അഹങ്കാരമുള്ള ടൈപ്പാണ്. അതേപോലെയാണ് അവരുടെ മകളും പേരമകളും. വൻഷിൻ്റെ അമ്മയെ ഏതു നേരവും കുറ്റപ്പെടുത്തി സംസാരിക്കലാണ് ഇവർക്ക് ജോലി. അതുകൊണ്ട് തന്നെ വൻഷിന് അവരെ തീരെ ഇഷ്ടമല്ലാത്തത്. വൻഷ് അവരെ ശ്രദ്ധിക്കാതെ മുകളിലേക്ക് പോകുമ്പോഴാണ് അവനെ സുഭദ്ര വിളിച്ചത്. വൻഷ് കുറച്ച് കടുപ്പത്തിലാണ് അവർ അവനെ വിളിച്ചത്. വൻഷ് തിരിഞ്ഞു നോക്കാതെ അങ്ങനെ നിന്നു. നീ എന്താ ഞങ്ങളെ കണ്ടിട്ടും കാണാത്തതുപോലെ പോകുന്നത്? സുഭദ്രയെക്കുറിച്ച് കടുപ്പത്തിൽ തന്നെ ചോദിച്ചു. എനിക്കല്പം തിരക്കുണ്ട്, ഞാൻ പോവാണ്. അത്രയും പറഞ്ഞ് വൻഷ് സ്റ്റെപ്പുകൾ കയറിപ്പോയി. വൻഷിൻ്റെ അമ്മ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്ക് നല്ല ഭയമുണ്ടായിരുന്നു. കാരണം അവനെങ്ങാനും അവരോട് ദേഷ്യപ്പെടുമോ എന്ന്. അങ്ങനെയൊന്നും ഉണ്ടാവാതെ ഇരുന്നതിൽ അവർക്ക് ആശ്വാസമായി. വൻഷ് റൂമിലേക്ക് കയറി ചെന്നതും എന്തോ ഒരു സാധനം അവൻ്റെ മേലേക്ക് വന്നു വീണതും ഒരുമിച്ചായിരുന്നു. വൻഷ് ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. മേലിൽ കിടക്കുന്നതിനെ പിടിച്ചു മാറ്റി കൊടുത്തിട്ട് മുഖത്തിനിട്ടൊന്ന് കൊടുത്തു. വൻഷി, അവൾ മുഖത്ത് കൈവച്ചുകൊണ്ട് അവനെ വിളിച്ചു. ഗെറ്റ് ഔട്ട് അഖില, അവൻ അലറി. അവൾ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി. അയാൾ കിടക്കുന്ന റൂമിലേക്ക് അവർ 3 പേരും ചെന്നു. കണ്ണുകൾ തുറന്ന് കിടക്കുകയാണ് അയാൾ. ചുറ്റുമുള്ളവർ അപരിചിതരായതുകൊണ്ട് തന്നെ ആരെയും അറിയില്ല എന്നൊരു ഭാവമുണ്ടായിരുന്നു ആ കണ്ണിൽ. ഇഷു അവൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കി. ചേച്ചി, ഇയാൾക്ക് വലിയ പ്രായമൊന്നുമില്ലല്ലോ. ഇഷു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇല്ല മോളെ, നമ്മുടെ അരുവിയില്ലേ, അവിടെ കിടക്കുകയായിരുന്നു. ഇയാളെ അവിടെ വെള്ളം എടുക്കാൻ വന്നവരാണ് വൈദ്യരുടെ അടുത്തേക്ക് കൊണ്ടുവന്നത്. ചേച്ചി, ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, അച്ചു ഗൗരിയോട് പറഞ്ഞു. അച്ചു ഒന്നും കൂടി അവൻ്റെ അടുത്തേക്ക് വന്ന് നോക്കി. എന്തോ ഒരു ഓർമ്മ വന്നതുപോലെ അവൻ്റെ മുഖം തെളിഞ്ഞു. ചേച്ചി, ഹീസ് എ ബിസിനസ് ടൈക്കൂൺ. ഹിസ് നെയിം രുദ്രദേവാൻഷ്. അതെ, അത് ഇയാൾ തന്നെ. എടാ അച്ചു, നിനക്ക് ഉറപ്പാണോ അത് ഇയാൾ തന്നെയാണെന്ന്? ഇയാളുടെ ഡെത്ത് ഉറപ്പാക്കിയെന്ന് പറഞ്ഞ് അന്ന് ന്യൂസെല്ലാം വന്നതല്ലേ? പിന്നെ എങ്ങനെ ഇയാളാകുന്നേ? ഇഷു അവനോട് ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല. ഏട്ടൻ്റെ കൂടെ ബിസിനസ് അവാർഡ് ഫംഗ്ഷന് പോയതുകൊണ്ട് ഇയാളെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം ബിസിനസ്സിൽ ഇരുവരും ഒരുപോലെ ഡെവിൾസ് ആണ്. അതാണ് ഇവരുടെ ടൈറ്റിൽ. അച്ചു അവളെ നോക്കി പറഞ്ഞു. എങ്കിൽ നമുക്ക് ഇയാളുടെ ബന്ധുക്കളെ വിളിച്ച് ഇയാൾ ഇവിടെ ഉണ്ടെന്ന് അറിയിച്ചാലോ?
ഇഷു ചോദിച്ചു. വേണ്ട ഇഷു, ഇപ്പോൾ അങ്ങനെ ചെയ്താൽ ഇയാളുടെ ജീവൻ തന്നെ ആപത്തിലാകും, അച്ചു അവളോട് പറഞ്ഞു. അത് ശരിയാ, ചിലപ്പോൾ ഇയാളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇയാളുടെ പ്രിയപ്പെട്ടവർ തന്നെയാണെങ്കിലോ, ഇഷു പറഞ്ഞു. എന്തായാലും അയാളുടെ സംസാരശേഷി തിരിച്ചു കിട്ടട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. പിന്നെ അച്ചു, ഇയാളുടെ വീട്ടിലെ കാര്യങ്ങൾ കൂടി ഒന്നറിയാൻ ശ്രമിക്കുമോ നീ? ഗൗരി അവനോട് ചോദിച്ചു. അതെന്തിനാ ചേച്ചി? അച്ചു ഗൗരിയോട് തിരികെ ചോദിച്ചു. ഇനി അങ്ങോട്ട് ചികിത്സയ്ക്ക് അത് ആവശ്യമാണ്. അയാളുടെ വീട്ടിലുള്ള കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആഗ്രഹം അയാളുടെ ഉള്ളിലുണ്ട്. പിന്നെ ഭാര്യയും കുടുംബവും ഒക്കെ ഉണ്ടെങ്കിൽ അവരെക്കുറിച്ച് പറയുമ്പോഴും അയാളിൽ മാറ്റങ്ങൾ വന്ന് തുടങ്ങുക ഇയാളുടെ ജീവൻ തന്നെ ആപത്തിലാകും, അച്ചു അവളോട് പറഞ്ഞു. അത് ശരിയാ, ചിലപ്പോൾ ഇയാളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇയാളുടെ പ്രിയപ്പെട്ടവർ തന്നെയാണെങ്കിലോ, ഇഷു പറഞ്ഞു. എന്തായാലും അയാളുടെ സംസാരശേഷി തിരിച്ചു കിട്ടട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. പിന്നെ അച്ചു, ഇയാളുടെ വീട്ടിലെ കാര്യങ്ങൾ കൂടി ഒന്നറിയാൻ ശ്രമിക്കുമോ നീ? ഗൗരി അവനോട് ചോദിച്ചു. അതെന്തിനാ ചേച്ചി? അച്ചു ഗൗരിയോട് തിരികെ ചോദിച്ചു. ഇനി അങ്ങോട്ട് ചികിത്സയ്ക്ക് അത് ആവശ്യമാണ്. അയാളുടെ വീട്ടിലുള്ള കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആഗ്രഹം അയാളുടെ ഉള്ളിലുണ്ട്. പിന്നെ ഭാര്യയും കുടുംബവും ഒക്കെ ഉണ്ടെങ്കിൽ അവരെക്കുറിച്ച് പറയുമ്പോഴും അയാളിൽ മാറ്റങ്ങൾ വന്ന് തുടങ്ങാനും സാധ്യതയുണ്ട്, ഗൗരി പറഞ്ഞു. ഞാൻ ശ്രമിക്കാം. ഇയാളുടെ വൈഫുണ്ട്, എന്താ ഒരു പേര്? അച്ചു ആലോചിച്ചു നിന്നു. ശിവാക്ഷിക. സോഷ്യൽ മീഡിയയിൽ ഇവരുടെ മാരേജ് അത്രയും പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നു. ഇവരുടെ പ്രണയവിവാഹമായിരുന്നു. ഇവരുടെ മാരേജ് ഫോട്ടോ ടൈറ്റിൽ തന്നെ വെറൈറ്റി ആയിരുന്നു. അച്ചു എന്തോ ഓർത്തതുപോലെ പറഞ്ഞു. അതെന്താ ഇത്രയും വെറൈറ്റി? ഇഷു അവനോട് ചോദിച്ചു. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പം കാണിച്ചു തരാം. രണ്ടുപേരും വിവാഹ വസ്ത്രത്തിൽ നിന്ന് ഗാഢമായി ചുംബിക്കുന്ന ഫോട്ടോ, അതിനിടയിൽ ഒരു ക്യാപ്ഷൻ, എന്നിലെ വന്യതയെ നിനക്ക് സ്വന്തം, യുവർ മൈൻ, ഓൺലി മൈൻ. ഗൗരിയും ഇഷുവും ആ ചിത്രത്തിലേക്ക് നോക്കി. ശരിക്കും ഒരു വൈൽഡ് ലവ് പിക്ചർ പോലെ തോന്നിച്ചു. ഇതിനെയൊക്കെയാണോ ചെകുത്താൻ്റെ പ്രണയം എന്നൊക്കെ പറയുന്നത്? ഇഷു അച്ചുവിനോട് ചോദിച്ചു. ആയിരിക്കും. പരസ്പരം വൈൽഡായിട്ട് പ്രണയിക്കാൻ കഴിയുന്നത് അത് ഓരോ പ്രണയത്തിൻ്റെ തീവ്രത പോലെയായിരിക്കും. ചിലരുടെ പ്രണയം വളരെ ശാന്തമായിരിക്കും, മറ്റു ചിലരുടേത് വളരെ ആഴത്തിലുള്ളതായിരിക്കും, ചിലരുടേത് ഇതുപോലെ വൈൽഡായിരിക്കും. പ്രണയത്തിന് ഫലഭാവങ്ങളുണ്ട്. അച്ചു അത് പറഞ്ഞുകൊണ്ട് ഇഷുവിനെ നോക്കി. എടാ, നിനക്ക് പ്രണയത്തെക്കുറിച്ച് ഇത്രയൊക്കെ വിവരം ഉണ്ടായിരുന്നോ? അവളുടെ വളിഞ്ഞ കോമഡി. ഞാൻ പോവാ, നീ വരുന്നുണ്ടെങ്കിൽ വാ. അതും പറഞ്ഞ് അച്ചു അവിടെയുള്ള ഒരു അരുവിയുടെ അടുത്തേക്ക് പോയി. ഗൗരിയോട് പറഞ്ഞിട്ട് അവളും അവൻ്റെ പുറകെ തന്നെ ചെന്നു. ഗൗരി നേരെ വൈദ്യരുടെ അടുത്തേക്കാണ് പോയത്. ശിവ റൂമിലേക്ക് പോയി. അവളുടെ പോക്ക് എല്ലാവർക്കും സങ്കടമായി. ആകെ തളർന്നു പോയിരുന്നു അവൾ. എല്ലാവരുടെയും ഓർമ്മകൾ കുറച്ചു കാലം പുറകോട്ട് പോയി. ഇനി അങ്ങോട്ട് രുദ്രൻ്റെയും ശിവയുടെയും പാസ്റ്റാണ്. അവരുടെ കണ്ടുമുട്ടൽ, വിവാഹം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇടയ്ക്ക് പ്രസൻറ്റിലേക്കും വരാം. 4 കെട്ടുള്ള വലിയൊരു വീടിൻ്റെ മുൻപിലായി ശിവയുടെ ബൈക്ക് വന്നു നിന്നു. അവിടെ വീടിൻ്റെ മുന്നിലായി നിന്നിരുന്ന ശങ്കരൻ ചേട്ടൻ അവളുടെ അടുത്തേക്ക് ചെന്നു. കുഞ്ഞു വരുന്ന വിവരമൊന്നും അദ്ദേഹം പറഞ്ഞില്ലല്ലോ. വീട്ടിലെ കാര്യസ്ഥനാണ് അയാൾ അവളെ കണ്ടതും ചോദിച്ചു. ഞാൻ വരുന്നത് മുത്തശ്ശനും അറിയില്ല ശങ്കുമാമ. ശിവ അയാളെ നോക്കി മറുപടി പറഞ്ഞു. ഇതാണ് ശിവാനിലയം, ശിവയുടെ അമ്മ വീട്. മേജർ രവീന്ദ്രൻ്റെയും ഭാനുമതി അമ്മയുടെയും ഏക മകളാണ് വാസുകി. അതാണ് ശിവയുടെ അമ്മ. രവീന്ദ്രൻ ആർമിയിലായതുകൊണ്ട് അവർ അധികവും കേരളത്തിന് പുറത്തായിരുന്നു. അങ്ങനെ അവർ ഡൽഹിയിലായിരുന്ന സമയത്ത് ശിവയുടെ അമ്മ കോളേജിൽ പഠിക്കുന്ന ലക്ഷിത് ആചാര്യ എന്ന ചെറുപ്പക്കാരനുമായിട്ട് ഇഷ്ടത്തിലായി. കോളേജ് പഠനം കഴിഞ്ഞ് വാസുകിയുടെ വീട്ടിൽ വന്ന് ലക്ഷ്യ വിവാഹം ആലോചിച്ചു. ഇരു വീട്ടുകാരുടെയും സമ്മതത്തോടെ അവർ വിവാഹിതരായി. വാസുകി നല്ല ബോൾഡായിട്ടുള്ള ക്യാരക്ടറായിരുന്നു. ശിവയെ പോലെ തന്നെ പെൺപുലി എന്ന് തന്നെ പറയാം. കാരണം വാസുകി അവളുടെ അച്ഛൻ അങ്ങനെ വളർത്തിയതാണ്. അതുപോലെ തന്നെയാണ് അവർ ശിവയും വളർത്തിയത്. ലക്ഷ്യ വളരെ ഭാവമായിരുന്നു. എല്ലാവരെയും അകമഴിഞ്ഞ് സഹായിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാൾ. ലക്ഷ്യൻ്റെ ബിസിനസ്സിൽ വാസുകിയും കൂടി ചേർന്നു. അത് പെട്ടെന്ന് തന്നെ ആ കമ്പനി വളർന്നു. അത്യാവശ്യം ഇന്ത്യയുടെ അകത്തും പുറത്തും ആചാര്യ ഗ്രൂപ്പ് അറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെ അവരുടെ ലൈഫ് സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ പ്രണയവും സന്തോഷവും നിറഞ്ഞ ജീവിതത്തിൽ സന്തോഷമായി ശിവ വാസുകിയുടെ ഉദരത്തിൽ വന്നു. ഏറ്റവും കൂടുതൽ സന്തോഷം അതിന് ലക്ഷ്യനായിരുന്നു. വാസുകിയെപ്പോലെ ഒരു പെൺകുട്ടിയെ വേണമെന്നായിരുന്നു ലക്ഷ്യൻ്റെ ആഗ്രഹം. വാസുകിക്ക് പിന്നെ ലക്ഷ്യൻ്റെ ഇഷ്ടമായിരുന്നു എല്ലാം. അങ്ങനെ വാസുകിയും ലക്ഷ്യം കുഞ്ഞിനായി കാത്തിരുന്നു. വാസുകിയുടെ എന്താഗ്രഹവും അയാൾ സാധിച്ചു കൊടുത്ത് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ടായിരുന്നു കുഞ്ഞു പെണ്ണ് അവരുടെ ഇടയിലേക്ക് വന്നത്. അവൾക്ക് അവർ ശിവാക്ഷിക എന്ന് പേരിട്ടു. ശിവ എന്ന് എല്ലാവരും വിളിക്കും. ചെറുപ്പം മുതൽ ശിവ വാസുകിയെപ്പോലെ തന്നെയായിരുന്നു. ആരുടെയും മുന്നിലും തലകുനിക്കാതെ വളരെ ബോൾഡായി കാര്യങ്ങൾ പറയുന്നവൾ.
എന്നാൽ ലക്ഷ്യനെ പോലെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനും അവൾ ശ്രമിച്ചിരുന്നു. കുഞ്ഞിലെ തന്നെ എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്സ് ശിവയിലുണ്ടായിരുന്നു. അങ്ങനെ ശിവയുടെ പിറന്നാൾ ദിനത്തിൽ അവളുടെ അമ്മ വീട്ടിൽ പോയതായിരുന്നു അവർ 3 പേരും ചേർന്ന്. വാസുകിയുടെ അച്ഛൻ ആർമിയിൽ നിന്ന് പോന്ന് നാട്ടിൽ സെറ്റിൽഡായി 1 വർഷമായി. അതുവരെ അവർ ഡൽഹിയിലായിരുന്നു. അങ്ങനെ അന്ന് തിരിച്ചു മടങ്ങി വരുന്ന സമയത്താണ് ശിവ മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും കൂടെ നിൽക്കണമെന്ന് വാശി പിടിക്കുന്നത്. വാസുകിക്കും ലക്ഷ്യനും പിറ്റേന്ന് അർജന്റ് മീറ്റിംഗ് ഉള്ളത് കാരണം അവർ ശിവയെ അവിടെ ആക്കിയും പോന്നു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ അറിയുന്നത് ലക്ഷ്യ വാസുകിയും ആക്സിഡന്റിൽ മരിച്ചു എന്നാണ്. അത് കേട്ട കുഞ്ഞു ശിവ കരഞ്ഞു നിലവിളിച്ചു. വാസുകിയുടെ അച്ഛനും അമ്മയും ശിവയുമായി ഡൽഹിയിലേക്ക് പോന്നു. വീട്ടിലെത്തിയ ശിവ അകത്തേക്കോടി വെള്ള പൊതിപ്പിച്ച് കിടത്തിയ അച്ഛനെയും അമ്മയും കണ്ട് കുഞ്ഞു ശിവ കരഞ്ഞു. അവരെ തട്ടി വിളിക്കാൻ തുടങ്ങി. ആ ഒരു കാഴ്ച എല്ലാവരിലും സങ്കടം നിറച്ചു. ശിവയെ പിടിച്ചു മാറ്റി അവളുടെ ചെറിയച്ഛൻ കയ്യിലെടുത്തു. അവരുടെ സംസ്കാരം എല്ലാം കഴിഞ്ഞ് ശിവയെ അവളുടെ ചെറിയച്ഛൻ അവിടെ നിർത്താൻ പറഞ്ഞു. അവളുടെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും പറഞ്ഞു വിട്ടു. ശിവയെ നല്ല രീതിയിൽ തന്നെ അയാളും അയാളുടെ കുടുംബവും നോക്കിയിരുന്നത്. പക്ഷെ ശിവയുടെ മുത്തശ്ശന് എന്തോ അയാളിൽ വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കോടതി മുഖേന അയാൾ